ഒന്നും പറയാൻ കോൺഗ്രസ് ജയിക്കുള്ളൂ. മുരളീധരനും ഈ പറഞ്ഞ സുരേഷ് ഗോപി ആയിട്ടുള്ള മത്സരം ഉണ്ടാവാൻ പോണത്. സുനിൽകുമാർ ഔട്ട്. അവന്മാർക്ക് മാത്രം സഹായിക്കല്ല. സാധാരണ ജനങ്ങൾ എന്തായാലും പറയാൻ നിനക്ക് വട്ടാഴി എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അവന്മാരങ്ങനെ. അപ്പോൾ ഈ കെ മുരളീധരൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് കൊണ്ടുവന്നത് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തെറ്റായ തീരുമാനമാണ് കോൺഗ്രസിന്റെ. ഇവിടെ കോൺഗ്രസ് ജയിക്കുള്ളൂ. എന്താ കാരണം? എന്താ തന്നെ ജയിക്കുള്ളൂ. വോട്ട് മുരളിക്ക് കിട്ടില്ല. കർണാടനും മക്കളും കേരളത്തിന്റെ ചരിത്രത്തിൽ തൃശ്ശൂർ നിലനിർത്തില്ല. ഇങ്ങനെ തൊടുകൂടില്ല. കേരളത്തിലെങ്ങും തിരഞ്ഞെടുപ്പിന്റെ ആവേശ ചൂടാണ്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലെ ജനങ്ങളും ഇപ്പോൾ ആവേശത്തിന്റെ കൊടുമുടിയിലാണെന്ന് തന്നെ പറയാം. നമ്മൾ തൃശ്ശൂരിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ TN പ്രതാപൻ മാറി കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായ ആ ഒരു വിഷയം തന്നെയാണ്. ആ ഒരു സ്ഥാനാർത്ഥി മാറ്റത്തെ എങ്ങനെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്? TN പ്രതാപനെ മാറ്റി കെ മുരളീധരൻ വന്നത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ ഇല്ലയോ? നമുക്ക് ഈ ഒരു വിഷയം ജനങ്ങളോട് ഒന്ന് ചോദിച്ചറിയാം. ഇത്തവണത്തെ ഇലക്ഷനെ പറ്റി പറയാമോ? ഇല്ല, ഒന്നും പറയാൻ. കോൺഗ്രസ് ജയിക്കുള്ളൂ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇവിടെ കോൺഗ്രസ് ജയിക്കുള്ളൂ. എന്താ കാരണം? എന്താ മുരളീധരനും ഈ പറഞ്ഞ സുരേഷ് ഗോപി ആയിട്ടുള്ള മത്സരം ഉണ്ടാവാൻ പോണത്. സുനിൽകുമാർ ഔട്ട്. അതൊക്കെ ഇല്ല. കാരണം അത് വെസ്റ്റ് ബംഗാൾ ത്രിപുരയ്ക്ക് ഒപ്പം സുരേഷ് കുമാർ അതൊക്കെ പോയില്ലേ? അതിന്റെ പിന്നാലെ എന്ന് പറഞ്ഞത് വെസ്റ്റ് ബംഗാൾ ത്രിപുരയ്ക്ക് പിന്നാലെ കേരള CPM. പിന്നീട് എന്തിനാ അതിനെക്കുറിച്ച് പറയാനുള്ളത്? കേരള CPM അതിന് പോയി. ഇവിടെ ആകെ 2 പാർട്ടികളുള്ളൂ, BJPയും അതുപോലെ തന്നെ ഈ പറഞ്ഞ മുരളീധരനും. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഇവന്റെ പാർട്ടിക്കാരെ മാത്രം നോക്കും. ഇവന്റെ കൂടെ നടക്കുന്നവരെ പാർട്ടിക്കാരുണ്ടല്ലോ, അവന്മാരെ മാത്രം നോക്കും. അവന്മാർക്ക് മാത്രം സഹായിക്കല്ല. സാധാരണ ജനങ്ങൾ എന്തായാലും പറയാൻ നിനക്ക് വട്ടാഴി എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അവന്മാരങ്ങനെ. അതാ പ്രത്യേകിച്ച് കരുണാകരൻ ഫാമിലിയോട് തൃശ്ശൂർക്കാർക്ക് മൊത്തത്തിൽ താല്പര്യമില്ല. പലപ്പോഴും കരുണാകരൻ മത്സരിച്ചപ്പോഴും മുരളീധരൻ മത്സരിച്ചപ്പോഴും പത്മജ മത്സരിച്ചപ്പോഴും ഒക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് കോൺഗ്രസ് ബ്രാൻഡിൽ കരുണാകരൻ ഫാമിലിയോട് ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഈ കെ മുരളീധരൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് കൊണ്ടുവന്നത് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തെറ്റായ തീരുമാനമാണ് കോൺഗ്രസിന്റെ. TN പ്രതാപനെ മാറ്റി കെ മുരളീധരനെ കോൺഗ്രസ് കൊണ്ടുവന്നത് തെറ്റായ തീരുമാനമായിട്ട് തീർച്ചയായും അത് സുരേഷ് ഗോപിക്ക് കിട്ടാവുന്ന NSSന്റെ നായർ സമുദായത്തിന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായും കെ മുരളീധരനെ കൊണ്ടുവന്നിട്ടുള്ളത്. ചിഹ്നത്തിൽ കിട്ടുന്ന വോട്ട് മുരളിക്ക് കിട്ടില്ല. കർണാടനും മക്കളും കേരളത്തിന്റെ ചരിത്രത്തിൽ തൃശ്ശൂർ നിലനിർത്തില്ല. ഇങ്ങനെ തൊടുകൂടില്ല. അത് കാരണം കൊണ്ട് 2ാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി വരുന്ന ഞാൻ വിചാരിക്കണം. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും ഒപ്പം പിടിക്കാൻ പറ്റുള്ളൂ. വേറൊരു നിയോജക മണ്ഡലത്തിലും ഗുരുവായൂരും നാട്ടികയിലും അതുപോലെ ഈ ഇരിഞ്ഞാലക്കുടയിലും പുതുക്കാടൊന്നും സുരേഷ് ഗോപി നിലം തൊടില്ല. സുനിൽകുമാർ നല്ല ഭൂരിപക്ഷം ജയിക്കും. വേറൊരു കഥയില്ല. വേറൊരു കഥയെ വേണ്ട കേട്ടോ.